പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടുംപാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ്. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. ഫോൺ 9048460916. മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ അമരബലം ഗ്രാമപഞ്ചായത്തിൽ മാസ് ക്ലീനിങ്ങും ഹരിത ടൗൺ പ്രഖ്യാപനവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ഹരിത ടൗൺ പ്രഖ്യാപനം നടത്തി. പ്രിയപ്പെട്ടവരെ, മാലിന്യ മുക്ത നവകേരളത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ പൂക്കോട്ടുംപാടം ടൗണ് ഹരിത ടൗണായി പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് സൺറൈസ് അതുപോലെ അഗ്നികർമ്മസേന മുഴുവൻ പ്രവർത്തകരും ഇന്ന് പൂക്കോട്ടുംപാടം ടൗൺ നവീകരിക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യവും മറ്റും എല്ലാം കളക്ട് ചെയ്ത് ഇനി വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായിട്ട് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ ഇനി ആരും പ്ലാസ്റ്റിക് മാലിന്യമോ മറ്റു മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാൻ പാടില്ല. പൂക്കോട്ടുംപാടം ടൗൺ നല്ല വൃത്തിയും സൂക്ഷിക്കലും നമ്മുടെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതാണെങ്കിലും ഇന്ന് ഇതിന് പൂക്കോട്ടുംപാടം ടൗൺ നവീകരിക്കാൻ വന്ന മുഴുവൻ കർമ്മസേന അംഗങ്ങളെ അതുപോലെ തന്നെ സൺറൈസിൻ്റെ മുഴുവൻ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് നമുക്ക് ഈ ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഞ്ചായത്തിൽ വെച്ചിട്ട് ഹരിത ടൗണായി വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് രണ്ട് ടീമായിട്ട് ഒരു ടീം പഞ്ചായത്തിൻ്റെ മുകൾ ഭാഗത്ത് പള്ളിക്കയറ്റ വരെ രണ്ട് സൈഡും ക്ലീനാക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് വില്ലേജ് വരെ ഈ ഭാഗം വില്ലേജ് വരെയും ക്ലീനാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അമ്പല റോഡിന് ഒരു ടീമും തുള്ളിയൂർ റോഡിന് ടീമും ഹൈസ്കൂൾ റോഡിന് ഇങ്ങനെ പൂക്കോട്ടുംപാടം ടൗണിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഇന്ന് നമ്മൾ ക്ലീനാക്കാൻ 9 മണിയോടുകൂടി നമ്മൾ പൂക്കോട്ടുംപാടം ടൗൺ ഹരിത ടൗണായി പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ബോട്ടിൽ ബൂത്ത് നമ്മൾ പൂക്കോട്ടുംപാടം ടൗണിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും വലിയ മാലിന്യം കാണണമെങ്കിൽ ഈ ബോട്ടിൽ ബൂത്തിൽ നിക്ഷേപിക്കണം. ഈ ബോട്ടിൽ ബൂത്തിൻ്റെ ഉദ്ഘാടനവും നമ്മൾ ഇന്ന് നിർവഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വർഷം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ ചെലവഴിച്ച് ബിന്നുകൾ പൂക്കോട്ടുംപാടം ടൗണിൽ ഇനി ബോട്ടിൽ ബൂത്ത് എത്താത്ത സ്ഥലങ്ങളിൽ നമ്മൾ ബിന്നും കൂടിയും വെച്ചിട്ട് ഇനി ഒരു വേസ്റ്റും പൂക്കോട്ടുംപാടം ടൗണിൽ നമുക്ക് കാണാൻ പാടില്ല. മാലിന്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രശ്നം ഇല്ലാതെക്കാൻ രോഗികളുടെ വർധനവ് നമുക്കറിയാം. ക്യാൻസർ രോഗം, കിഡ്നി രോഗങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രോഗം പൂർണ്ണമായിട്ട് തടയാൻ ഈ പ്ലാസ്റ്റിക് മാലിന്യം പൂർണ്ണമായി ഇല്ലാതാക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് തയ്യാറായി വന്ന ഈ മാലിന്യം മുക്ത പഞ്ചായത്താക്കി പ്രഖ്യാപിക്കുന്നതിന് തയ്യാറായി വന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് ചായക്ക് കുടിച്ചതിന് ശേഷം ചായക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. സൺറൈസ് റണ്ണേഴ്സ് ക്ലബ്ബ് പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂക്കോട്ടുംപാടം ടൗൺ ശുചീകരിച്ചത്. പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ, വൈസ് പ്രസിഡന്റ് അനിത രാജു, സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമുക്കട്ട, AK ഉഷ, ഹമീദ് ലബ, VK ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയ ജനപ്രതിനിധികൾ സംബന്ധിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാഹിദ വള്ളിക്കാടൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.